Hello students, today we are going to discuss about final accounts. Final accounts എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടും അതേപോലെ തന്നെ ലെഡ്ജർ ബാലൻസ് തന്നിട്ടും. നമ്മൾ സെയിം മെത്തേഡ് രണ്ടും ട്രയൽ ബാലൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ടും അതേപോലെ തന്നെ ലെഡ്ജർ ബാലൻസ്, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, നമ്മളെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. വിക്രം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh ആൻഡ് ഫർണിച്ചർ 2,50,000 അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, കമ്പനീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ടാലിയിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, F3 അടിച്ചു, അതിനുശേഷം ക്രിയേറ്റ് കമ്പനി. നമുക്കിവിടെ തൽക്കാലം വിക്രം എന്ന് പറഞ്ഞിട്ട് കമ്പനി പേര് കൊടുക്കാം അല്ലെ. കേരള സ്റ്റേറ്റ് കൊടുത്തു. നമുക്കിവിടെ ക്വസ്റ്റ്യനില് 1st January 2023 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1st January 2023 എന്ന് പറഞ്ഞിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. സെയിം തന്നെ ബുക്ക് ബിഗിനിങ് ഫ്രം കൊടുത്തതിന് ശേഷം സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷോ മോർ ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ചു തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. മെയിൻറ്റെയിൻ ഇൻവെന്ററി നോ ആക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്, നമ്മളുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഷട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ഷട്ട് ചെയ്തു. അതിനുശേഷം എന്താണ്, പീരീഡ് ചേഞ്ച് ചെയ്യണം അല്ലെ. ഫംഗ്ഷൻ ഓൾട്ട് F2 അടിച്ചതിന് ശേഷം 1/1/2023 മുതൽ 31/12/2023. നമുക്കറിയാം പീരീഡ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ആ ഒരു ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വർഷം ജാനുവരി മുതൽ ഡിസംബർ വരെയാണ് ആ ഒരു പീരീഡ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, വൗച്ചർ എൻട്രി ചെയ്യണം. ഇത്രയല്ലേ ചെയ്യേണ്ടൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ്, ലെഡ്ജേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നമ്മൾ വൗച്ചർ എൻട്രി ഒക്കെ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വൗച്ചർ എൻട്രിയിലൂടെ ഡയറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇവിടുന്ന് വൗച്ചർ എൻട്രിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, അങ്ങനെയാണ് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ, വൗച്ചേഴ്സ് എടുത്തു. ഇങ്ങനെ ഒറ്റൊരു എമൗണ്ട് കോളം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചേഞ്ച് മോഡ് എടുത്തു, ഡബിൾ എൻട്രി ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാവുന്നത്, വിക്രം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh, ഫർണിച്ചർ 2,50,000. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് നമുക്ക് സാധാരണ രീതിയിൽ ക്യാഷ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിലെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ഫർണിച്ചറിന്റെ രൂപത്തിൽ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം ക്യാപിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണലുണ്ട്. അപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ്, റിസീപ്റ്റിലല്ലേ കാണിക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ. ഇവിടെ ഫർണിച്ചർ കൂടി ഉള്ളത് കൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എന്ന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുന്നു, ക്യാപിറ്റൽ. ക്യാപിറ്റൽ അണ്ടർ ഗ്രൂപ്പ് എന്താണ്, ക്യാപിറ്റൽ തന്നെയാണ് അല്ലെ. എമൗണ്ട് ടോട്ടൽ എത്ര എമൗണ്ട് വരുന്നത്, നമ്മുടെ 5 ലക്ഷം ഉണ്ട്, 2,50,000 വരുന്നുണ്ട്. ടോട്ടൽ 7,50,000 നമ്മൾ എന്താണ് ടോട്ടൽ എമൗണ്ട് കൊടുത്തു. അതിനുശേഷം ബൈ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു, ക്യാഷ്. ക്യാഷിന്റെ എമൗണ്ട് എത്രയാ, 5 lakh അല്ലേ, 5 lakh കൊടുത്തു. ബൈ ഫർണിച്ചർ, ഫർണിച്ചറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്രിയേറ്റ് കൊടുത്തു, ഫർണിച്ചർ. ഫർണിച്ചറിന്റെ അണ്ടർ എന്താണ്, ഫിക്സഡ് അസറ്റ് ആണ്, സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എൻട്രി ഇങ്ങനെയാണ് വരിക, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ. ഇതാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ എൻട്രി എന്താ പറയുന്നത്, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് അല്ലെ. ഓപ്പൺ എ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് വിത്ത് HDFC ₹1 lakh. അപ്പൊ നമുക്ക് ബാങ്കും ക്യാഷും ഒരുമിച്ച് വരുന്നത്, നിങ്ങൾ നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് വിത്ത് HDFC ബാങ്ക്. അപ്പൊ ബാങ്കും ക്യാഷും വരുമ്പോൾ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുക, F4 കോൺട്രയിൽ ആണ് കാണിക്കുക. അപ്പൊ F4 കോൺട്രയിൽ എന്താ എൻട്രി എന്താ വരുന്നത്, HDFC ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് വരും അല്ലെ. അപ്പൊ ഇവിടെ 2 ആണ് ആദ്യം കാണിക്കുന്നത്. 2 നമ്മൾ സെലക്ട് ചെയ്തു. എത്ര എമൗണ്ട് വരുന്നത്, 1 lakh എമൗണ്ട് കൊടുക്കണം. ഓക്കെ,
ബാങ്കിന്റെ പേര് എന്തായിരുന്നു? HDFC അല്ലെ? HDFC. ഓക്കെ, ഫിക്സഡ് അസറ്റ് അല്ല, നമ്മൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് ആണ് അല്ലെ, അത് നമ്മൾ മാറ്റി സേവ് ചെയ്തു. അതിനുശേഷം ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. HDFCന്റെ ഡിനോമിനേഷൻസ് ഒക്കെയാണ്, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എൻട്രി അടിച്ചങ്ങ് സേവ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ എൻട്രി എന്താ നമുക്ക് പറയുന്നത്? നമുക്ക് നോക്കാം. മൂന്നാമത്തെ എൻട്രി ആയിട്ട് എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം പങ്കജ് 85,000 അല്ലെ. അപ്പൊ പർച്ചേസ് ആണ്, നമുക്ക് മനസ്സിലായി പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെ കാണിക്കണം? പർച്ചേസിൽ കാണിക്കണം. ഓക്കെ, പർച്ചേസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? പാർട്ടി നെയിം എന്നൊക്കെയാണ് വരും. ഇത് സെയിൽസിലും ഇത് ബാധകമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് മോഡ് കൊടുത്തു, ആസ് വൗച്ചർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എൻട്രി എന്താ വരുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം പങ്കജ്. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ് വരും അല്ലെ. 2 ആണ് ആദ്യം വന്നത്, നമ്മൾ എന്ത് കൊടുത്തു? പങ്കജ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സൺട്രി ക്രെഡിറ്റേഴ്സിൽ സേവ് ചെയ്തു. ഓക്കെ, ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻട്രി അടിച്ച് പോവാ, അല്ലെങ്കിൽ കൺട്രോൾ A വെച്ചും സേവ് ചെയ്യാം. 85,000 ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എൻട്രി അടിച്ചങ്ങ് പോയാൽ മതി. ന്യൂ റെഫറൻസ് ബിൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാനാണ് കേട്ടോ. ബൈ, അത് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ് എന്നല്ലേ നമ്മൾ കൊടുക്കുന്നത്. പർച്ചേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ബൈ ആണ് ചോദിക്കുന്നത്. ഡെബിറ്റിൽ എന്താ വേണ്ട? പർച്ചേസ് അല്ലേ. ക്രിയേറ്റ് കൊടുക്കുന്നു, പർച്ചേസ്. അണ്ടർ ഗ്രൂപ്പ് എന്താ? പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, സേവ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ് സേവ് ചെയ്ത് കൺട്രോൾ A വെച്ച് നമ്മൾ അതും സേവ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫ്രം മാർട്ടിൻ ആൻഡ് കമ്പനി. ശ്രദ്ധിക്കുക, നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം പങ്കജ്. ഗുഡ്സ് ആണ് വാങ്ങുന്നത് അല്ലെ. അപ്പൊ ഗുഡ്സ് വാങ്ങുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാ കാണിക്കേണ്ടത്? എവിടെ ഇത് കാണിക്കുക? പർച്ചേസ് ഗുഡ്സ് ഫ്രം പങ്കജ് എന്ന് പറയുമ്പോൾ എവിടെ കാണിക്കും? പർച്ചേസിൽ കാണിക്കും. ഇവിടെ ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഫിക്സഡ് അസറ്റ് നമുക്ക് എന്താണ്? ക്രെഡിറ്റിലാണ് നമ്മൾ വാങ്ങുന്നത്. കമ്പ്യൂട്ടർ എന്തായാലും ഫിക്സഡ് അസറ്റ് ആണല്ലോ. അപ്പോൾ ക്രെഡിറ്റിന് നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ എവിടെ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് മാർട്ടിൻ ആൻഡ് കമ്പനിന്ന് കാണിക്കണം. നോർമലി അത് ജേണലിലാണ് കേട്ടോ കാണിക്കുക. ഇവിടെ നമുക്ക് പർച്ചേസിൽ കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും നോർമലി നമുക്ക് സാധാരണ അതെന്താണ്? കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ജേണലിലാണ് കാണിക്കേണ്ടത്. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫ്രം മാർട്ടിൻ ആൻഡ് കമ്പനി. അപ്പൊ നമ്മൾ അതെടുത്തു, ജേണലിലാണ് എടുക്കുന്നത് സാധാരണ. ഫിക്സഡ് അസറ്റ് ശ്രദ്ധിക്കുക, ഫിക്സഡ് അസറ്റ് ആണ്, ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ ഫിക്സഡ് അസറ്റ്. ഓക്കെ, സേവ് ചെയ്തു. കമ്പ്യൂട്ടറിന്റെ എമൗണ്ട് എത്രയാണ്? 45,000 വരും. ടു മാർട്ടിൻ ആൻഡ് കമ്പനി അല്ലേ, നമുക്ക് അവരെയും എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. മാർട്ടിൻ ആൻഡ് കമ്പനി. മാർട്ടിൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ സൺട്രി ക്രെഡിറ്റർ ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ടും ചെയ്യാം. ഓക്കെ, രണ്ട് ചെയ്താലും സെയിം തന്നെയാണ് കേട്ടോ അതിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്നത്. ഞാനത് തൽക്കാലം ഇവിടെ കറണ്ട് ലൈബിലിറ്റീസിന്റെ ബേസിലാണ് മാർട്ടിൻ ആൻഡ് കമ്പനിനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജേണലിൽ നമ്മൾ കൊടുത്തു കമ്പ്യൂട്ടർ അക്കൗണ്ട് അറ്റ് ടു മാർട്ടിൻ ആൻഡ് കമ്പനി, സേവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ് വരുന്നത്? നെക്സ്റ്റ് വരുന്നത് എന്താണ്? റിട്ടേൺഡ് ഗുഡ്സ് ടു പങ്കജ് ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പങ്കജുമായിട്ട് എന്തോ ഒരു ഡീലിങ്സ് ഉണ്ടായിരുന്നു. എന്താണ്? പർച്ചേസ്ഡ് ആണ് അല്ലെ. പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക? സാധാരണ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ്. അപ്പൊ റിട്ടേൺ ആകുമ്പോൾ എന്തായിരിക്കും? പങ്കജ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് വരിക. ഓക്കെ, ശ്രദ്ധിക്കണേ, അത് പർച്ചേസ് ആണ്, റിട്ടേൺ ആണ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന എവിടെയാണ്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു വൗച്ചർ ടൈപ്പിലാണ്. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അതർ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡെബിറ്റ് നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ചേഞ്ച് മോഡ് എടുത്തതിന് ശേഷം ആസ് വൗച്ചറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ. എന്താ എൻട്രി എന്താ വരുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർച്ചേസ് വരുമ്പോൾ എന്താ എൻട്രി വന്നത്? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുക? പങ്കജ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ്. എമൗണ്ട് എത്ര വരുന്നത്? പങ്കജ് 10,000 വരുന്നുണ്ട് അല്ലെ, അഗെയിൻസ്റ്റ് നേരത്തെ വാങ്ങിയതിന്റെ ബേസിൽ. ഓക്കെ, പർച്ചേസ് റിട്ടേൺ വരും, ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് റിട്ടേൺ അണ്ടർ ഗ്രൂപ്പ് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു പങ്കജ്. റിട്ടേൺ ആകുമ്പോൾ എന്താവും?
പങ്കജ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ. അത് ഡെബിറ്റ് നോട്ടിൽ കാണിക്കുക കേട്ടോ. പർച്ചേസ് റിട്ടേൺ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അത് നമ്മൾ സേവ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സോൾഡ് ഗുഡ്സ് ടു ബിനോയ് ആണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ. സോൾഡ് ഗുഡ്സ് ടു ബിനോയ് റുപ്പീസ് 20,000 ആണ്. നമുക്കറിയാം സെയിൽസ് കാണിക്കണം അല്ലെ. സെയിൽസ് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ പാർട്ടി നെയിം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുന്നു, ആസ് വൗച്ചർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോൾഡ് ഗുഡ്സ് ടു ബിനോയ്. ബിനോയ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് ആണ്. ക്രിയേറ്റ് ചെയ്യുക ബിനോയിനെയാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബിനോയ് എന്ന് പറയുമ്പോൾ സൺട്രി ഡെപ്റ്റർ ആയിട്ട് നമ്മൾ അവരെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ നമ്മൾ എൻ്റർ അടിച്ചു പോവുക, അല്ലെങ്കിൽ കൺട്രോൾ എ വെച്ച് സേവ് ചെയ്യാം. 20,000 ആണല്ലോ എമൗണ്ട് വരുന്നത്. ഓക്കെ, അവിടെ ബിനോയ് അക്കൗണ്ട് ടു സെയിൽസ് ആണ്. നമ്മളിവിടെ സെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. അണ്ടർ ഗ്രൂപ്പ് എന്താണ്? സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളുടെ വൗച്ചർ എൻട്രി ട്രാൻസാക്ഷൻ എന്താ വരുന്നത്? വിഡ്രോ ക്യാഷ് റുപ്പീസ് 3,500 ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ആണ്. അപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ അവിടെ കൊടുക്കുക? അവിടെ ഡ്രോയിങ്സ്, പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രോയിങ്സ് എന്നുള്ളൊരു വേർഡ് വരും. ഓക്കെ, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റിലാണ് കേട്ടോ കാണിക്കുക. പേയ്മെന്റ് സെലക്ട് ചെയ്യുക. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ഡ്രോയിങ്സിന് അണ്ടർ ഗ്രൂപ്പ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സേവ് ചെയ്യുന്നു. ഡ്രോയിങ്സിന് എമൗണ്ട് എത്രയാ? 3,500 ആണ്. 3,500. അത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ബാങ്കിന്റെ പേരെന്തായിരുന്നു? HDFC. ഓക്കെ, HDFC സേവ് ചെയ്യുന്നു. ഇനി അഥവാ വിഡ്രോ ക്യാഷ് ഫ്രം എന്താണ് അവിടെ ബാങ്ക് എന്നില്ലാതെ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് കൊടുക്കും. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്? ബിനോയിന്റെ എന്തോ ഒരു സംഭവം റിട്ടേൺ ചെയ്തിട്ടുണ്ട് അല്ലെ. ബിനോയ് റിട്ടേൺഡ് ഗുഡ്സ്. ബിനോയായിട്ട് നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്തായിരുന്നു? സെയിൽസ് ആണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ബിനോയ് സെയിൽസ് റിട്ടേൺ ആയിട്ട്. അപ്പൊ നേരത്തെ സെയിൽസിന് എൻട്രി എന്തായിരുന്നു? ബിനോയ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ് എൻട്രി? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അറ്റഡ് ടു ബിനോയ് വരും. ഓക്കെ, ക്രെഡിറ്റ് നോട്ടിൽ കാണിക്കാം. അതർ വൗച്ചേഴ്സ് നിന്ന് ക്രെഡിറ്റ് നോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ വന്ന എന്ത് ചെയ്യണം? ചേഞ്ച് മോഡ് എടുത്തതിന് ശേഷം ആസ് വൗച്ചർ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു സെയിൽ ചെയ്യുമ്പോൾ എന്തായിരുന്നു എൻട്രി? ബിനോയ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അറ്റഡ് ടു ബിനോയ്. ബിനോയ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. ബിനോയിന് എമൗണ്ട് എത്രയായിരുന്നു? ബിനോയ് റിട്ടേൺ ചെയ്യുന്ന എമൗണ്ട് 2,500 ആണ്. ഓക്കെ, അഗെയിൻസ്റ്റ് ഓഫ് നേരത്തെ ബില്ലിന്റെ ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിന്റെ അണ്ടർ എന്താണ്? സെയിൽസ് അക്കൗണ്ട് തന്നെ സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ ബിനോയ് ഇവിടെ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഇട്ടിട്ടു ബിനോയ്. അങ്ങനെയാണ് നമ്മൾ അതിനെ വായിക്കുക. സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് എൻട്രി വരുന്നത്? നെക്സ്റ്റ് വരുന്നത് ക്യാഷ് സെയിൽസ് ആണ് അല്ലെ. ക്യാഷ് സെയിൽസ് 7,000 രൂപയാണ്. നോർമലി നമുക്ക് എന്താണ് സെയിൽസിൽ കാണിക്കാം. സെയിൽസിൽ പാർട്ടി നെയിം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ് വൗച്ചറിലേക്ക് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു സെയിൽസ്. എത്ര എമൗണ്ട് വരുന്നേ? ക്യാഷ് സെയിൽസിന് എമൗണ്ട് 7,000 എമൗണ്ട് വന്നു ടു സെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റിസീവ്ഡ് ചെക്ക് ഫ്രം ബിനോയ്. ബിനോയ്ക്ക് നേരത്തെ സെയിൽസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ കയ്യിൽ നമുക്ക് എന്താണ്? ചെക്ക് റിസീവ് ചെയ്യുക ചെയ്യുന്നത്. റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ കാണിക്കണം? റിസിപ്റ്റ് കാണിക്കണം. ഫുൾ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്കൗണ്ടും കൂടി വരാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. റിസീവ്ഡ് ചെക്ക് ഫ്രം ബിനോയ്. നമുക്ക് നോക്കാം അവിടെ എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് അല്ലെ. റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബിനോയ് എന്നാണ് വരിക. ബിനോയ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ് വരുന്നത്? 15,000 ആണ് പറയുന്നത്. ഓക്കെ, അഗെയിൻസ്റ്റ് ഓഫ് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ക്യാഷ്. ഓക്കെ, 15,000 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ ആണ് അല്ലെ. ഇവിടെ റിസീപ്റ്റിൽ നമ്മൾ കാണിക്കുന്നു. റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ. ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കമ്മീഷൻ എമൗണ്ട് എത്രയാണ്? 2,500 ആണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ. അത് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താ വരുന്നത്? നമ്മളുടെ റിസീവ്ഡ് കമ്മീഷൻ കഴിഞ്ഞാൽ പെയ്ഡ് വേജസ് ആണ് 3,600. പെയ്ഡ് വേജസ് എന്ന് പറയുമ്പോൾ പേയ്മെന്റ് കാണിക്കുക അല്ലെ.
F5 പേയ്മെന്റിൽ വേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. വേജസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യുന്നു. വേജസിന്റെ എമൗണ്ട് എത്രയാ? 3600 ടു ക്യാഷ്. അത് നമ്മൾ സേവ് ചെയ്തു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ എൻട്രീസും, എല്ലാ വൗച്ചർ എൻട്രീസും, വൗച്ചേഴ്സും ഐ മീൻ എന്താണ് ട്രാൻസാക്ഷൻസ് നമ്മൾ വൗച്ചർ എൻട്രിയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി എന്താ ഇവിടെ പറയുന്നത്? പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അല്ലെ. ഇനി അതിന്റെ ആൻസർ മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. ഇവിടുന്ന് എസ്കേപ്പ് അടിച്ചതിന് ശേഷം നമുക്ക് വൗച്ചേഴ്സിന് ഇവിടെ റിപ്പോർട്ട് കണ്ടോ? റിപ്പോർട്ട് നോക്കാം. നമുക്ക് എന്താ കാണേണ്ടത്? ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം നമ്മൾ എടുത്തു. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അതിനുശേഷം ഇവിടെ നെറ്റ് ലോസ് ഉണ്ട്. ഇവിടെ ഗ്രോസ് ലോസ് 54,100 ഉണ്ട്. നെറ്റ് ലോസ് 51,600 വന്നിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിലാണെങ്കിലോ, ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ 8,66,500 രൂപയുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യൽ, ഫൈനൽ അക്കൗണ്ട്സ് കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ജേർണൽ എൻട്രീസ് ആദ്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഈ ഒരു ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യാം കേട്ടോ. ഓക്കെ.